വാർത്തകളിലേക്ക് വിശദമായി 37 വർഷത്തിന് ശേഷമുള്ള CPIMന്റെ സംഘടനാ പ്ലീനത്തിന് നാളെ കൊൽക്കത്തയിൽ തുടക്കമാകും. പ്ലീനം രേഖയുടെ കരടിന് അംഗീകാരം നൽകാൻ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഇന്ന് യോഗം ചേരും. പ്ലീനത്തിന് തുടക്കമിട്ടുകൊണ്ടുള്ള മഹാറാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദേശീയ സംസ്ഥാന തലങ്ങളിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നതിനിടെ CPMനെ സംഘടനാപരമായി സുസജ്ജമാക്കുന്നതിനായാണ് മൂന്നാം ദേശീയ സംഘടനാ പ്ലീനം ചേരുന്നത്. പ്ലീനത്തിന് തുടക്കമിട്ടുകൊണ്ട് 10 ലക്ഷം പേരെ അണിനിരത്തി ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നാളെ നടക്കുന്ന മഹാറാലിയോടെ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും CPIM തുടക്കമിടും. 37 വർഷം മുമ്പ് 1978 സാൽക്കയിൽ ചേർന്ന പ്ലീനത്തിന് ശേഷം നടക്കുന്ന അഖിലേന്ത്യാ പ്ലീനത്തിൽ 465 പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് 80 പ്രതിനിധികൾ. മാറിയ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുമായുള്ള ബന്ധം എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നത് സംബന്ധിച്ച രൂപരേഖ പ്ലീനം തയ്യാറാക്കും. Our aim in this party plenum would be like fish takes to water, a communist should take to the people. That we should. താഴെത്തട്ട് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ പ്രവർത്തനശൈലി മാറ്റണമെന്നാണ് പ്ലീനം രേഖയിലെ ആവശ്യം. 31 തീയതി വരെ നീളുന്ന പ്ലീനത്തിൽ വയ്ക്കുന്ന രേഖയ്ക്ക് PBയും കേന്ദ്ര കമ്മിറ്റിയും അംഗീകാരം നൽകും. ഇടത് കൂട്ടായ്മ കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർദ്ദേശത്തോടൊപ്പം കോൺഗ്രസുമായുള്ള സമീപനം സംബന്ധിച്ചും പ്ലീനത്തിൽ ചർച്ചയുണ്ടാകും. കേരളത്തിലെ വിഭാഗീയതയെപ്പറ്റി പ്ലീനം രേഖയിൽ പരാമർശമുണ്ടെങ്കിലും വിഭാഗീയത വീണ്ടും സജീവമാക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ വളർത്തിക്കൊണ്ടുപോകാതിരിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. 3.5 പതിറ്റാണ്ടിന് മുമ്പ് സാൽക്കയിൽ ചേർന്ന പ്ലീനത്തിന്റെ തീരുമാനങ്ങൾ തന്നെ നടപ്പാക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. സംഘടനാപരമായ വെല്ലുവിളികൾ മറികടക്കാൻ ഇത്തവണത്തെ പ്ലീനത്തിന് എങ്ങനെ കഴിയുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. കൊൽക്കത്തയിൽ നിന്നും B. ബാലഗോപാലിനും മണിയ സഡൂറിനുമൊപ്പം M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.